സന്തോഷിക്കാൻ വരട്ടെ വാൾട്ടർ. ഞാൻ പറഞ്ഞത് മുഴുവനും കേട്ടോ. മാഗി അറിയരുതെന്ന്. കാരണം എനിക്ക് മാഗിയെയും നല്ല സംശയമുണ്ട്. വാട്ട്? താൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ വാൾട്ടർ. ഇത്ര വർഷക്കാലം ഒരുമിച്ചുറങ്ങിയിട്ടും മിൽട്ടന്റെ രഹസ്യങ്ങൾ മാഗിക്ക് അറിയില്ലെന്ന് എനിക്കെന്തോ വിശ്വസിക്കാനാവുന്നില്ല. ഒപ്പം ഇന്നലെ നിന്നെ കൊടുക്കാനായി മൊഴി കൊടുത്തതും അവളല്ലേ? ആ ഒരൊറ്റ വാചകത്തിൽ വാൾട്ടറുടെ മനസ്സൊന്നിളകി. അങ്ങനെ വരാൻ വഴിയില്ല സാർ. മാഗി പലതുമായിരിക്കാം, പക്ഷേ അവൾ ഒരിക്കലും... അതൊന്നും എൻ്റെ വിഷയമല്ല. അവളിതിൽ ഇൻവോൾവ്ഡ് ആണെങ്കിൽ അവളും കുടുങ്ങും, അത്ര തന്നെ. അയാൾക്ക് കൈകൊടുത്ത് വെളിയിലിറങ്ങിയ വാൾട്ടർ ആകെ ടെൻഷനിലായിരുന്നു. വളരെ നല്ലൊരു ഓഫറാണിത്. ഒരു ഫെഡറൽ ഏജന്റ് ആകാൻ സാധിച്ചാൽ പലവിധത്തിലും ജീവിതം മെച്ചപ്പെടും. ചെറുപ്പത്തിലുള്ള ആഗ്രഹമായിരുന്നു അയാൾക്കത്. പക്ഷെ മാഗി ഇതിനിടയിൽ വന്നത് അയാളെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാക്കി. താങ്കളെ എൻ്റെ ഓഫീസിൽ നിന്ന് ഒരാൾ വിളിക്കും. ഇനിയങ്ങോട്ട് DEA തരുന്ന ഫോൺ, ആയുധങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. വളരെ അച്ചടക്കത്തിലായിരിക്കണം ഓരോ നീക്കവും. അല്ലെങ്കിൽ വിക്ടറിന് സംഭവിച്ചതുപോലെ തന്നെ തനിക്ക് സംഭവിക്കും. ബി വെരി കെയർഫുൾ വാൾട്ടർ. പുറകിലൂടെ നടന്നു വന്നുകൊണ്ട് സ്ട്രൈഡർ സംസാരം തുടർന്നു. ഓക്കെ സാർ. വാൾട്ടർ തല കുലുക്കി. പിന്നെ തൻ്റെ പാർട്ട്ണർ ജെയിംസ്? സ്ട്രൈഡർ ചിരിച്ചു. തനിക്കറിയാമല്ലോ വാൾട്ടർ. അറിയാം, ഞാൻ സൂക്ഷിച്ചുകൊള്ളാം. ഓക്കെ വാൾട്ട്, ഗുഡ് ബൈ. വാൾട്ടർ റോഡിനരികിൽ പാർക്ക് ചെയ്തിരുന്ന തൻ്റെ കാറിലേക്ക് നടന്നു. അന്ന് രാവിലെ ഏതാണ്ട് 11 മണിക്ക് മിൽട്ടന്റെ ഓഫീസിൽ അക്ഷമനായിരിക്കുകയാണ് ജിം. നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ മിൽട്ടനെ അറിയിക്കണമെന്നാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. മിൽട്ടനാകട്ടെ അയാളെ ഒഴിവാക്കാൻ ഒരു മാർഗമന്വേഷിച്ച് തുടങ്ങിയിരുന്നു. സോ വാൾട്ടർ എവിടെ പോയെന്ന് തനിക്കറിയില്ല. മിൽട്ടൺ സംസാരം തുടങ്ങി. ഇന്ന് രാവിലെ ഞാൻ അയാളുടെ വീട്ടിൽ ചെന്നിരുന്നു. അയാളുടെ പപ്പയ്ക്ക് പോലും അറിയില്ല വാൾട്ടർ എവിടെ പോയെന്ന്. അതൊക്കെ പോട്ടെ ജിം, ഈ വാൾട്ടർ എങ്ങനെ ഇത്ര പെട്ടെന്ന് റിലീസായി? അയാളെ അവർ വിടാൻ എന്താ കാരണം? അറിയില്ല മിൽട്ടൺ, എനിക്കെന്തോ ഭയം തോന്നുന്നു. ആരോ മുകളിൽ നിന്ന് കളിക്കുന്നുണ്ട്. മിൽട്ടൺ ഒന്നിരുത്തി മൂളി. ജിം പൊക്കോളൂ. പുതിയ എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ എന്നെ അറിയിക്കണം. അതിന് മാത്രമല്ല ഞാൻ വന്നത്. മറ്റേ കാര്യം, എൻ്റെ പണം. ഓ അതോ? മിൽട്ടൺ പുഞ്ചിരിച്ചു. തനിക്കിനി സാമ്പത്തികമായി സഹായമൊന്നും ചെയ്യേണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം. വാട്ട്? അത്യാഗ്രഹം കാണിക്കുന്നത് കുഴപ്പമില്ല ജിം, പക്ഷേ അത് ആരോടാണ് കാണിക്കുന്നതെന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ട് വേണം. ആഹാ. ജിം എഴുന്നേറ്റ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നമ്മുടെ അറേഞ്ച്മെൻറ്റുകൾ ഒന്നുകൂടി മാറ്റി ചിന്തിക്കേണ്ടി വരും. ഒന്നും വേണ്ടിവരില്ല ജിം. മിൽട്ടൺ എഴുന്നേറ്റ് അയാളുടെ തോളിൽ കൈവച്ചു. മര്യാദയ്ക്ക് നല്ല കുട്ടിയായി നിന്നാൽ നമുക്കൊരു നീണ്ട ബന്ധമുണ്ടാകും. അല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് തീർന്നു പോകും. ജിം മറുപടി ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു. സോഫയിലിരുന്ന വിൽസൺ എഴുന്നേറ്റ് മിൽട്ടനരികിൽ ചെന്നു നിന്നു. ബോഡി എന്തു ചെയ്യും? കൊല്ലണ്ട, ഇവനെ കൊണ്ട് പ്രയോജനമുണ്ട്. വിരണ്ടാ പോയിരിക്കുന്നത്. ഇനിയും പോലീസുകാരനെ തട്ടിയെന്ന് പറഞ്ഞ് പപ്പ വയലൻ്റ് ആകും. വെറുതെ ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷൻസ് വേണ്ട. അവൻ നേരെ വോൾട്ടറോട് ചെന്ന് എല്ലാം പറഞ്ഞ് കുമ്പസാരിക്കും. നോക്കിക്കോ. മിൽട്ടൺ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം നിന്നു. വാൾട്ടർ ഒരു പ്രശ്നമാണ്. അവന് മാഗിയിലൊരു കണ്ണുണ്ട്. കമോൺ മിൽട്ടൺ. വിൽസൺ വിശ്വസിക്കാനാവാതെ അവനെ നോക്കി. നീ ശരിക്കും അവളെ പ്രേമിക്കുന്നുണ്ടോ? വിവാഹം കഴിക്കാനും മാത്രം? നമ്മളിത് തുടങ്ങിയത് എന്തിനാണെന്ന് നീ മറക്കരുത് കേട്ടോ. വാൾട്ടറെ മാനസികമായി തകർക്കാൻ നോക്കിയതാ ഞാൻ. വിഡ്ഢി. മിൽട്ടന്റെ മുഖത്തൊരു ചിരി പരന്നു. 1.5-2 വർഷം അവളുടെ കൂടെ ജീവിച്ചിട്ട് ഒറ്റയടിക്കങ്ങ് മറന്നു കളയാൻ എളുപ്പമാണോ വിൽസൺ? പ്രാക്ടിക്കലാകേണ്ടേ നമ്മൾ. അവളൊരു പോലീസ് ഓഫീസറാണ്. താങ്ക് യു വിൽസൺ, ഓർമ്മപ്പെടുത്തിയതിന് നന്ദി. ഇനിയും പേഴ്സണലായി ഉപദേശം വേണ്ടി വരികയാണെങ്കിൽ ഞാൻ വിളിക്കാം. മിൽട്ടന്റെ സ്വരത്തിൽ നിഴലിച്ച അനിഷ്ടം തിരിച്ചറിഞ്ഞ വിൽസൺ ആ നിമിഷം തന്നെ മുറിവിട്ടു. വാൾട്ടർ തിരിച്ചെത്തിയതും ആദ്യം തന്നെ തൻ്റെ ചീഫ് സുമിത്തിനെ പോയി കണ്ട് കാര്യങ്ങൾ ഏകദേശം പറഞ്ഞു മനസ്സിലാക്കി. ഇനിയങ്ങോട്ട് താൻ DEAക്ക് വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുക. പോലീസ് വേഷം ഒരു മറയായിരിക്കും എന്നെല്ലാം വ്യക്തമാക്കി. അദ്ദേഹത്തെ 100% വിശ്വസിക്കാം എന്നയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ജിമ്മിനെ മാറ്റി ആ സ്ഥാനത്ത് മാഗിയെ തിരിച്ചു കൊണ്ടുവരണമെന്നും അയാൾ ആവശ്യപ്പെട്ടു. മിൽട്ടണുമായി അടുക്കണമെങ്കിൽ മാഗി കൂടെ ഉണ്ടായേ തീരൂ. എല്ലാം സംബന്ധിച്ച ചീഫ് ആകെ സംശയിച്ചത് വാൾട്ടറുടെ സുരക്ഷ മാത്രമാണ്. ഇനിയങ്ങോട്ട് അപകടകരമായിരിക്കും അയാളുടെ ജീവിതമെന്ന് അദ്ദേഹത്തിന് തീർച്ചയുണ്ടായിരുന്നു. പുറത്തിറങ്ങിയ വാൾട്ടറെ പ്രതീക്ഷിച്ച് വാതിലിന് മുന്നിൽ തന്നെ അവൾ ഉണ്ടായിരുന്നു, മാഗി. തുടർന്നുണ്ടായതെല്ലാം വാൾട്ടറുടെ പ്രതീക്ഷകളെ ആകെ തകിടമറിച്ചു കളഞ്ഞു. മിസ്റ്റർ സ്ട്രൈഡർ എന്തു പറഞ്ഞു വാൾട്ടർ? മാഗിയുടെ ചോദ്യത്തിന് വല്ലാത്തൊരു മൂർച്ച. വാൾട്ടർ പരുങ്ങി. നിനക്കെങ്ങനെ മാഗി?
ഞാനെങ്ങനെ അറിഞ്ഞു എന്നുള്ളത് ഇവിടെ വിഷയമല്ല. ഇന്നലെ മുഴുവൻ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. എന്നിട്ടും എന്നോട് നീ മറച്ചു വെച്ചു. എന്താണ് ഈ രഹസ്യം? നീ ഇനി DEA ഏജന്റാകാൻ പോവുകയാണോ വിക്ടറെ പോലെ? നീ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മാഗി. ഒരു തെറ്റിദ്ധാരണയുമില്ല വാൾട്ട്. എനിക്കെല്ലാം മനസ്സിലായി. നിനക്കറിയാമോ, വിക്ടർ എൻ്റെ മരിച്ചുപോയ മുൻ പാർട്ട്ണർ. അയാളെല്ലാം എനിക്ക് വെളിപ്പെടുത്തി തന്നു. അവൾ കയ്യിലിരുന്ന ഒരു ഫയൽ നിവർത്തി കാണിച്ചു. നിങ്ങൾക്കൊക്കെ എൻ്റെ മിൽട്ടനെ സംശയമാണല്ലേ? ആ പാവം ഇത്രകാലം അനുഭവിച്ചതൊന്നും പോരാഞ്ഞിട്ട് ഇനി DEAയും കൂടി അയാളെ കൊല്ലാക്കൊല ചെയ്യാൻ പോകുന്നു അല്ലേ? മാഗി, ഞാൻ ആരെയും മനഃപൂർവ്വം ഒന്നും പറയണ്ട. ഇന്ന് വൈകിട്ട് നമുക്ക് മിൽട്ടനെ മീറ്റ് ചെയ്യാം. ഒന്ന് തുറന്ന് സംസാരിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഞാൻ അയാളോട് വിളിച്ചു പറയാൻ പോവുകയാണ്. നന്നായി ഒന്നിരുന്ന് സംസാരിച്ചാൽ തീരുന്ന തെറ്റിദ്ധാരണകളേ ഉള്ളൂ നമുക്കിടയിൽ. കുടുങ്ങിയെന്ന് വാൾട്ടർക്ക് മനസ്സിലായി. എന്നാൽ അതിലേറെ വലിയൊരു അപകടം തൊട്ടടുത്ത ഓഫീസ് മുറിയിൽ പതിയിരിക്കുന്നത് അവരറിഞ്ഞില്ല. ജിം ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനെന്ന വ്യാജേന കുനിഞ്ഞു നിന്നിരുന്ന അവൻ പതിയെ തൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ വെളിയിലെടുത്തു. റോഡ്രിഗോ ലൂയിസ്. തൻ്റെ മുമ്പിൽ വരുന്നവരെല്ലാം അയാൾ വിരട്ടി ഓടിച്ചു. കണ്ണിൽ കണ്ടതെല്ലാം തല്ലി തകർത്തു. സമനില തെറ്റിയതുപോലെ അയാൾ എന്തൊക്കെയോ പുലുമ്പിക്കൊണ്ട് തൻ്റെ ഓഫീസിൽ പാഞ്ഞു നടന്നു. ഒടുവിൽ മിൽട്ടനെ കണ്ടപ്പോഴാണ് അയാൾ ഒന്ന് അടങ്ങിയത്. എങ്കിലും ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതം പോലെയാണ് അയാൾ അവനു മുൻപിൽ നിന്നത്. DEAയ്ക്ക് നമ്മളെ മനസ്സിലായി കഴിഞ്ഞു ഇല്ലേ മിൽട്ടൺ? സന്തോഷമായില്ലേ നിനക്ക്? പപ്പാ, എൻ്റെ അറിവിൽ ആകെ ഒരു ഓഫീസർക്ക് മാത്രമേ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയൂ. ഒരു മിസ്റ്റർ റസൽ സ്ട്രൈഡർ. അയാളെ നിശബ്ദനാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ. എങ്ങനെ? അതുകൂടി നീ പറ. ഒരു ഫെഡറൽ ഏജന്റിനെ നിശബ്ദനാക്കുന്ന വിദ്യ നീ എനിക്ക് കൂടി ഒന്ന് പറഞ്ഞു തരും മിൽട്ടൺ. ഞാൻ നോക്കിക്കൊള്ളാം അത്. നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട. മിൽട്ടന്റെ സ്വരത്തിലും അസാധാരണമായ ഗൗരവം കടന്നു വന്നു. മിൽട്ടൺ, കഴിഞ്ഞ ദിവസം മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ് ഈ സംസാരത്തിലുള്ള അഹങ്കാരം. ആരാണ് ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നൊക്കെ നല്ല ഓർമ്മയുണ്ട് പപ്പ. എപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിക്കേണ്ട. അവൻ പൊട്ടിത്തെറിച്ചു. അല്ലെങ്കിലും പപ്പ എന്തോർത്തുകൊണ്ടാ ഈ ബിസിനസ്സിന് ഇറങ്ങിയത്? ആജീവനാന്തം ആരുടെയും പിടിയിൽപ്പെടാതെ സുഖിച്ച് ജീവിക്കാമെന്നോ? എന്നായാലും ഒരിക്കൽ നമ്മുടെയൊക്കെ അവസാനം ജയിലിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും തോക്കിന് മുൻപിൽ. വെറുതെ ഇമോഷണലായിട്ട് എന്താ കാര്യം? നമുക്കിത് പ്രൊഫഷണൽസിനെ പോലെ ഡീൽ ചെയ്യാം. ഞാൻ പറയാം ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. നീയല്ല, വിൽസൺ ഇങ്ങോട്ട് കയറി വരൂ. വൃദ്ധൻ പുറത്തു നിന്ന വിൽസന് നേരെ കൈവീശി. ഇനി അങ്ങോട്ട് ഈ വിഷയം വിൽസൺ ഡീൽ ചെയ്താൽ മതി. ഇന്ന് വൈകിട്ട് വാൾട്ടറും മാഗിയും ഇവനെ കാണാൻ വരുന്നു അല്ലേ? യെസ്, അങ്ങനെയാണ് ജിം വിളിച്ചു പറഞ്ഞത്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. ഈ മീറ്റിംഗ് കഴിഞ്ഞ് അവർ രണ്ടുപേരും മടങ്ങുന്നില്ല. മനസ്സിലായോ? വാട്ട്? മിൽട്ടൺ നടുങ്ങിപ്പോയി. നീ മിണ്ടരുത്. കിഴവൻ അവൻ്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി ആക്രോശിച്ചു. നിർത്തിക്കോ നിന്റെ പോലീസ് കൂട്ടുകെട്ട്. 1000 വട്ടം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. അവർ രണ്ടും ഇന്നത്തോടെ അവസാനിച്ചിരിക്കണം. പിന്നെ സ്ട്രൈഡർ, അത് ഞാൻ നേരിട്ട് ചെയ്തോളാം. യെസ് മിസ്റ്റർ ലൂയിസ്. വിൽസൺ തലകുലുക്കി. യാതൊരു ദാക്ഷിണ്യവും വിചാരിക്കരുത്. ഇനി അഥവാ ഏതെങ്കിലും തന്തയില്ലാത്തവന്മാർ നിന്നെ തടയാൻ വന്നാൽ അവനെയും തീർത്ത് കളഞ്ഞേരെ. മിൽട്ടന്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ടാണ് അയാളത് പറഞ്ഞത്. പപ്പ. മിൽട്ടന്റെ ചുണ്ടുകൾ വിറച്ചു. ഷീസ് പ്രഗ്നന്റ് പപ്പ. മാഗി ഗർഭിണിയാണ്. ഏതാണ്ട് 3 മണിയോടെ തന്റെ പെട്രോൾ കാറിൽ കയറിയ വാൾട്ടർ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ സ്റ്റേഷൻ പടികൾ ഓടിയിറങ്ങി വരുന്ന ജിമ്മിനെ കണ്ടു. വാൾട്ടറുടെ മുഖത്ത് ചിരി പരന്നു. വൂഡു ചെയ്ത് ഒരുത്തനെ ഉപദ്രവിക്കണമെങ്കിൽ അതിവനെയാണ്, അയാൾ മനസ്സിൽ പറഞ്ഞു. വിക്ടറുടെ മരണത്തിൽ തന്നെ കുടുക്കാൻ ശ്രമിച്ചവനാണിവൻ, മിൽട്ടന്റെ വലം കൈ. പക്ഷേ വാൾട്ടറുടെ മനസ്സിൽ അതൊന്നുമില്ലായിരുന്നു. അതിലും എത്രയോ വലിയ ഒരു മിഷനാണ് ഇപ്പോൾ തൻ്റെ മുൻപിലുള്ളത്. ഓടിയെത്തിയ ജിം ഡോർ തുറക്കാൻ ശ്രമിച്ചു. വാൾട്ടർ അത് ലോക്ക് ചെയ്തിരുന്നു. അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അയാൾ എന്തു വേണമെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. അവനാകെ വിഷണ്ണനായി നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ ഗ്ലാസ് താഴ്ത്തി. എന്താ ജിം, താങ്കൾ പാർട്ട്ണറെ മാറ്റാൻ റിക്വസ്റ്റ് ചെയ്തോ? ഉവ്. അതെന്ത് പറ്റി? നമ്മൾ ജസ്റ്റ് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇതുവരെ ശരിക്കൊന്നും പരിചയപ്പെട്ടു കൂടിയില്ല നമ്മൾ. നീ ശരിക്കും സ്റ്റുപ്പിഡാണോ അതോ സ്റ്റുപ്പിഡായി അഭിനയിക്കുന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ല ജിം. വാൾട്ടറിൻ്റെ മുഖത്ത് അവജ്ഞ നിറഞ്ഞ ഒരു ചിരിയായിരുന്നു അപ്പോൾ. എന്താ? അവനൊന്ന് ഞെട്ടിയ പോലെ തോന്നി. എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട് നിനക്ക് വാൾട്ടർ. അതെ അതെ, തെറ്റിദ്ധാരണകൾ. എന്താണ് വേണ്ടത് നിനക്കിപ്പോൾ? ഒഫീഷ്യലി നമ്മൾ ഇപ്പോഴും പാർട്ട്നേഴ്സാണ്. നീ എവിടെ പോകുന്നു? എന്താണ് ഉദ്ദേശമെന്ന് അറിഞ്ഞിരിക്കേണ്ട ബാധ്യത എനിക്കില്ലേ? ഗോ ഫക്ക് യുവർ സെൽഫ് ജിം. വാൾട്ടർ വണ്ടി മുൻപോട്ടെടുത്തു. കാർ കാലുകളിൽ കയറാതിരിക്കാൻ ജിം പുറകോട്ട് ചാടുന്നത് കണ്ടു. അയാൾ വണ്ടി നേരെ വീട്ടിലേക്ക് വിട്ടു.
എന്തുകൊണ്ടോ താൻ മിൽട്ടനെ കാണാൻ പോകുന്നതിന് മുൻപ് പപ്പയുമായി സംസാരിക്കണമെന്ന് അയാളുടെ ഉള്ളിൽ ശക്തമായൊരു തോന്നലുണ്ടായിരുന്നു. എന്തോ ഭീകരമായൊരു അപകടം പതിയിരിക്കുന്ന പോലെ ഒരു തോന്നൽ. വീട്ടിലെത്തിയതും അയാൾക്ക് മനസ്സിലായി പപ്പ ബേസ്മെന്റിലാണ്. എങ്ങനെയാണത് തനിക്ക് മനസ്സിലായതെന്ന് അയാൾക്കൊരു പിടിയും കിട്ടിയില്ല. മനസ്സിന്റെ നിയന്ത്രണം ആരോ ഏറ്റെടുത്ത പോലെ തോന്നി. ബേസ്മെന്റ് ഡോറിന് നേരെ നടക്കുമ്പോൾ അയാൾ ശ്രദ്ധിച്ചു, താൻ പോലും അറിയാതെ എങ്ങനെയോ തന്റെ മനസ്സിനെ അദ്ദേഹം സ്വാധീനിച്ചിരിക്കുന്നു. തന്നെ പപ്പ ഇവിടെ വിളിച്ചു വരുത്തിയതാണ്. വൂഡു. വാതിലിൽ മൃദുവായി തട്ടി വാൾട്ടർ കാത്തുനിന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ ക്രിസ്റ്റഫർ വാതിൽ തുറന്നു. അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. പപ്പ, നമുക്കൊന്ന് സംസാരിക്കണം. വാൾട്ടർ അമ്പരന്നു. ശബ്ദം വെളിയിൽ വരുന്നില്ല തനിക്ക്. വൃദ്ധൻ ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് ഗോവണിയിലൂടെ ബേസ്മെന്റിലേക്ക് ഇറങ്ങി. പപ്പ. ഷ്. ക്രിസ്റ്റഫർ ചുണ്ടിൽ വിരൽ ചേർത്തു. ശ്രദ്ധിക്കൂ വാൾട്ട്. എന്താ സംഭവം? വാൾട്ടറും താഴേക്കിറങ്ങി. അയാളുടെ നെറ്റി ചുളിഞ്ഞിരുന്നു. കൊല്ലണം അവന്മാരെയെല്ലാം. വൃദ്ധൻ പിറുപിറുത്തു. പപ്പ, എന്തൊക്കെയാണ് ഈ പുലമ്പുന്നത്? സത്യമാണ് വാൾട്ടർ. അദ്ദേഹത്തിന്റെ ശബ്ദമുയർന്നു. അതെ, നിനക്കിനി ഒരു മാർഗമേ ഉള്ളൂ. കൊല്ലണം. ഒരെണ്ണത്തിനെ പോലും ബാക്കി വെക്കരുത്. പപ്പ. വാൾട്ടർ അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ചു. ആ നിമിഷം, വാൾട്ടറുടെ കൈ അദ്ദേഹത്തിന്റെ തോളിൽ സ്പർശിച്ച ആ നിമിഷം തന്നെ ആ മുറിയിൽ ഭിത്തിയിലെ മെഴുകുതിരി ദീപങ്ങളെല്ലാം ഒരു മിന്നലോടെ തനിയെ പ്രകാശിച്ചു. വാൾട്ടർ ഞെട്ടി കൈ പിൻവലിച്ചു. മൂലയിൽ കൂട്ടിയിട്ടിരുന്ന അസ്ഥികൾക്കിടയിൽ നിന്നും ഒരു തലയോട്ടി താഴേക്ക് ഉരുണ്ടു വീണു. അതിനിടയിൽ നിന്നും തീപ്പൊരികൾ ചിതറുന്നുണ്ടായിരുന്നു. ഗന്ധകത്തിന്റെ മണം മുറിയിൽ നിറഞ്ഞു. അതോടൊപ്പം മേശപ്പുറത്തിരുന്ന ഓജോ ബോർഡിലും എന്തൊക്കെയോ സംഭവിക്കുന്നതായി വാൾട്ടർ ശ്രദ്ധിച്ചു. പ്ലാൻചെറ്റ് എന്നറിയപ്പെടുന്ന ഹൃദയാകൃതിയിലുള്ള ഒരു ചെറിയ മരക്കഷ്ണമുണ്ട് അതിന്മേൽ. അതിൽ വിരൽ വെച്ചാണ് ആത്മാക്കളുമായി സംവദിക്കുക. പോളിഷ് ചെയ്ത് മിനുക്കിയ അത് ബോർഡിൽ കുത്തനെ ഉയർന്നു നിന്നു. ആത്മാക്കൾ ആ മുറിയിൽ സന്നിഹിതരാണെന്നതിനുള്ള സൂചനയാണ് ഇതെല്ലാം. വാൾട്ടർ ഇരു കൈകളാലും തന്റെ മുഖം അമർത്തി തുടച്ചു. തനിക്ക് അഭിമുഖമായി തിരിഞ്ഞ പപ്പയുടെ മുഖം പ്രകാശപൂരിതമായിരുന്നു. കണ്ണുകളുടെ സ്ഥാനത്ത് നീല നിറത്തിൽ വെട്ടിത്തിളങ്ങുന്ന വൈരക്കല്ലുകളാണെന്ന് തോന്നി. മുഖത്തിന് ചുട്ടുപഴുത്ത ലോഹ നിറമായിരുന്നു. വാൾട്ട്. ആ വിളി കേട്ട മാത്രയിൽ ഹൃദയസ്പന്ദനം നിലച്ച് വാൾട്ടർ അർദ്ധബോധാവസ്ഥയിലായി. ഒരാളല്ല അത്. അനേകർ ഒന്നിച്ച് പപ്പയുടെ ശരീരത്തിലൂടെ അയാളോട് സംസാരിക്കുകയാണ്. 2 ചോയ്സ് ഉണ്ട് നിനക്ക്. ഒന്നുകിൽ നിനക്ക് കൊല്ലാം, അല്ലെങ്കിൽ മരിക്കാം. ഏത് വേണമെന്ന് നീ ഇന്ന് ഇവിടെ ഇപ്പോൾ തീരുമാനിക്കണം. വാൾട്ടർ ഒന്നും മിണ്ടാനാകാതെ സ്തംഭിച്ചു നിന്നതേയുള്ളൂ. ശ്വാസതടസ്സം തോന്നി തുടങ്ങിയിരിക്കുന്നു. മകനെ, അവർ ഇന്ന് നിന്നെ അവസാനിപ്പിക്കാനായി വേണ്ട ഒരുക്കങ്ങൾ നടത്തുകയാണ്. നിന്നെ മാത്രമല്ല, നിരപരാധിയായ നിന്റെ പ്രിയപ്പെട്ടവളെയും. മാഗി. വാൾട്ടർ ആ പേരുച്ചരിക്കാൻ വല്ലാതെ അധ്വാനിച്ചു. യെസ്. അവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിനക്കത് സഹിക്കാനാകുമോ വാൾട്ട്? ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് എന്ത് ഫലം? ഒരു നിമിഷം അവർ നിർത്തി. പിന്നീട് തുടർന്നപ്പോൾ ശബ്ദം താഴ്ന്നിരുന്നു. ഇനി അവരെ ഈ ലോകത്തിന് ആവശ്യമില്ല വാൾട്ടർ. എല്ലാം നിന്റെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിനക്ക് ചാകണോ അതോ കൊല്ലണോ? വാൾട്ടറുടെ മുഖത്ത് അസാധാരണമായ ക്രൗര്യം കടന്നു വന്നു. കൊന്നുകളയണം എല്ലാറ്റിനെയും. അയാളും പെറുപിറുത്തു. നീയൊരു സത്യം മനസ്സിലാക്കണം വാൾട്ടർ. ആത്മാക്കൾ തുടർന്നു. ഇതൊരു തുടക്കമായിരിക്കും. ഇനി ഇതിൽ നിന്നൊരു മോചനം അസാധ്യം. ചെയിൻ റിയാക്ഷൻ പോലെ ഒരു മരണം മറ്റൊന്നിനോട് ബന്ധപ്പെട്ട് നീ ഈ കൊലപാതക പരമ്പര തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് നിർത്തുന്ന നാൾ മരിക്കുന്നത് നീയായിരിക്കും. സമ്മതമാണോ? വാൾട്ടർ ആലോചനയോടെ തലയാട്ടി. യാത്രകൾ അനേകം വേണ്ടിവരും. പോകുന്നിടത്തെല്ലാം നീ മരണം വിതയ്ക്കും. എന്നല്ല, മരണം നിന്നെ തേടി വരും. പക്ഷേ എല്ലായ്പ്പോഴും ശരിയായത് മാത്രം ചെയ്യുക. നിനക്ക് ശരിയാണെന്ന് തോന്നുന്നതല്ല. നിന്റെ ശരികൾ എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. മറക്കരുത്. വാൾട്ടർ പൂർണ്ണമായും ഒരു മായികാവസ്ഥയിലെത്തിക്കഴിഞ്ഞിരുന്നു. അയാളുടെ തലച്ചോറിലേക്ക് ഈ വാക്കുകളെല്ലാം ആഴത്തിൽ പതിഞ്ഞുകൊണ്ടിരുന്നു, ഒരു കമ്പ്യൂട്ടറിൽ എന്ന വണ്ണം. ഈ സമയം ആ ബേസ്മെന്റിന്റെ വാതിലുകൾ പതിയെ തുറന്ന് ഒരു പെൺകുട്ടി സാവധാനം താഴേക്കിറങ്ങി വരുന്നുണ്ടായിരുന്നു. മാഗി. തല പതിയെ ചിരിച്ചു പിടിച്ച് അവൾ ഈ കാഴ്ചകളൊക്കെ നോക്കിക്കണ്ടു. മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസങ്ങളും ഉണ്ടായിരുന്നില്ല. അവളും ഏതോ മായാലോകത്താണെന്ന് വ്യക്തം. പതിയെ പതിയെ എല്ലാം നിലച്ചു.
വാൾട്ടറിന് ബോധം തിരിച്ചു കിട്ടി. അയാൾ കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു. പപ്പ തളർന്ന് നിലത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഒരു വൂഡു ഡോൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കഴുത്തിൽ പല ആവർത്തി ചുറ്റിയ നീണ്ട മുടിയിഴകൾ. വാൾട്ടറിന് എല്ലാം മനസ്സിലായി. മാഗി വൂഡുവിൻ്റെ സ്വാധീന വലയത്തിലാണ്. അയാൾ പിതാവിനെ താങ്ങി എഴുന്നേൽപ്പിച്ച് അവിടെയുണ്ടായിരുന്ന ഒരു പഴഞ്ചൻ മരക്കസേരയിൽ മേലിരുത്തി. എന്നോട് ക്ഷമിക്കൂ വാൾട്ട്, എനിക്ക് വേറൊരു വഴിയുമുണ്ടായിരുന്നില്ല. മാഗി ഒരിക്കലും സ്വമനസാലെ മിൽട്ടനെ പിരിയില്ല. കാരണം അദ്ദേഹം നിർത്തി. കാരണം വാൾട്ടർ കുനിഞ്ഞ് പിതാവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കാരണം അവളുടെ വയറ്റിൽ അവൻ്റെ കുഞ്ഞ് വളരുന്നുണ്ട്. അതുതന്നെ. വാട്ട്? വാൾട്ടർ നടുങ്ങിപ്പോയി. അതേ കുഞ്ഞ്. അതിക്രൂരമായൊരു വഞ്ചനയിൽ പെട്ടുപോയി ഈ പാവം. ക്രിസ്റ്റഫറിൻ്റെ തൊണ്ടയിടറി. കൊന്നു കളയാനാണ് അവരുടെ പ്ലാൻ, നിന്നെയും മാഗിയെയും. ഇതിനു മുമ്പ് പല പ്രാവശ്യം കേട്ടിട്ടുള്ളത് പോലെയല്ല ഇപ്രാവശ്യം പപ്പ പറയുന്നത് അക്ഷരം പ്രതി വിശ്വസിക്കാമെന്ന് വാൾട്ടർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അവർക്കറിയില്ല ആരോടാണ് കളിക്കുന്നതെന്ന്. വൃദ്ധൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ആ കേസിൽ നിന്നെ കുടുക്കിയതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക്. നിന്നെ പോലീസുകാർ വിലങ്ങു വെച്ച് കൊണ്ടുപോയ അന്ന് ഇറങ്ങിയതാണ് ഞാൻ ഈ ബേസ്മെൻറ്റിലേക്ക്. അന്നു മുതൽ അവൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു തുടങ്ങി. മാഗി ഇനി... വാൾട്ടർ അവളെ നോക്കി. അവളെ നമ്മൾ സുരക്ഷിതമായൊരിടത്തേക്ക് മാറ്റണം. കഴിയുമെങ്കിൽ നിങ്ങൾ ഈ രാജ്യം തന്നെ വിടണം. പക്ഷേ പോകുന്നതിനു മുമ്പ് ഈ പ്രശ്നങ്ങൾക്കൊക്കെയും മൂലകാരണമായവൻ റോഡ്രിഗോ, അവനെ നമുക്ക് നശിപ്പിച്ചു കളയണം. മിൽട്ടനേക്കാൾ അപകടകാരിയാണ് അയാൾ. അയാൾ പോയാൽ ഒരുപക്ഷെ ആ സാമ്രാജ്യം തന്നെ ഇല്ലാതായിക്കൊള്ളും. ക്രിസ്റ്റഫർ മേശവലിപ്പ് തുറന്ന് ഒരു ചുവന്ന എൻവലപ്പ് എടുത്ത് തുറന്നു. ഏതാനും മുടിയിഴകൾ ഉണ്ടായിരുന്നു അതിൽ. അവൻ്റെ ഇപ്പോഴത്തെ രൂപം എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു ഫോട്ടോ അല്ലെങ്കിൽ രേഖാചിത്രം ആവശ്യമാണ്. എൻ്റെ കയ്യിലുള്ള ചിത്രം ചെറുപ്പത്തിലെയാണ്. അത് ഞാൻ നോക്കിക്കൊള്ളാം പപ്പ. പിന്നെ... കണ്ണുകൾ വിദൂരതയിൽ ഊന്നിയാണ് വാൾട്ടർ തുടർന്നത്. ഇനി അങ്ങോട്ട് ഇതെല്ലാം ഞാൻ ചെയ്തുകൊള്ളാം. എനിക്കറിയാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഞാൻ പഠിച്ചു കഴിഞ്ഞു. ക്രിസ്റ്റഫർ പുഞ്ചിരിച്ചു. മാഗി അപ്പോഴും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള സംഭാഷണങ്ങളൊന്നും തന്നെ അവൾ ശ്രദ്ധിക്കുന്നില്ല. വൃദ്ധൻ പതിയെ അവൾക്കഭിമുഖമായി തിരിഞ്ഞു. മോളെ, മാപ്പ്. എനിക്കിത് ചെയ്തേ മതിയാകൂ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. നിന്റെ ഉള്ളിൽ വളരുന്നത് ഒരു വിഷവിത്താണ്. നമുക്കത് വേണ്ട. വാൾട്ടറിന് താൻ കേട്ടതെന്തെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. അയാൾ ഞെട്ടലോടെ പപ്പയെ നോക്കി. അപ്പോഴേക്കും ക്രിസ്റ്റഫർ മുട്ടുമേൽ നിന്ന് മാഗിയുടെ അടിവയറ്റിൽ കൈകളമർത്തി എന്തൊക്കെയോ പിറുപിറുക്കാൻ ആരംഭിച്ചിരുന്നു. പപ്പ! വാൾട്ടർ നടുങ്ങി. ഏതാനും മിനിറ്റുകൾ നീണ്ട മന്ത്രോച്ചാരണങ്ങൾക്ക് ശേഷം പപ്പ എഴുന്നേറ്റ് നിന്നു. തുടർന്ന് മേശപ്പുറത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു മൺകോപ്പ കയ്യിലെടുത്ത് മാഗിയുടെ നേരെ തിരിഞ്ഞു. നോ! വാൾട്ടർ പാഞ്ഞെടുത്തു. ജനിച്ചിട്ട് പോലുമില്ല ആ കുഞ്ഞ്. അതിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷേ ക്രിസ്റ്റഫർ തിരിഞ്ഞൊന്ന് നോക്കിയതും വാൾട്ടർ സ്തംഭിച്ചു നിന്നുപോയി. ഇതുവരെ കാണാത്തൊരു മുഖമായിരുന്നു അദ്ദേഹത്തിന്. ചതിയിലൂടെ ഉണ്ടായതാണിത്. ഈ വിത്ത് വളർന്നാൽ അത് നിന്റെ അന്തകനാകും. അതിൻ്റെ അപ്പനെ കൊന്ന നിന്നെ അവസാനിപ്പിക്കുക എന്നത് അതിൻ്റെ ജന്മലക്ഷ്യമായിരിക്കും. നീ ആ പുസ്തകത്തിൽ വായിച്ചില്ലേ ഇതൊന്നും? പപ്പ! വാൾട്ടറുടെ തൊണ്ടയിടറി. മാഗി എനിക്കെൻ്റെ മകളാണ് വാൾട്ട്. എല്ലാ വിഷാംശവും നീക്കിക്കളഞ്ഞിട്ടേ ഞാനിവളെ നിനക്ക് തരൂ. തടയാൻ ശ്രമിക്കരുത്. കാരണവന്മാർ ക്ഷമിക്കില്ല. അദ്ദേഹം ആ മൺകോപ്പ മാഗിയുടെ ചുണ്ടിനോട് അടുപ്പിച്ചു. ചുവന്ന കൊഴുത്ത ആ ദ്രാവകം അവളുടെ വായിൽ നിറഞ്ഞ് പുറത്തേക്കൊഴുകി. ഒരിറക്ക് അത് കുടിച്ചതും അസഹ്യമായ വേദനയോടെ അവൾ തൻ്റെ വയറിൽ അമർത്തിപ്പിടിച്ചു. അലറിക്കരഞ്ഞുപോയി അവൾ. ഭീകരമായ ആ കാഴ്ച കാണാനാകാതെ വാൾട്ടർ കണ്ണുകൾ അടച്ചു.